വിഴിഞ്ഞം തുറമുഖം തുടങ്ങി 3 മാസത്തിനകം സൗത്ത് ഇന്ത്യയിലും അതുപോലെ ഈസ്റ്റ് ഇന്ത്യയിലും കിഴക്കേ ഇന്ത്യയിലും ദക്ഷിണ ഇന്ത്യയിലും ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ 15 തുറമുഖങ്ങളുണ്ട് ഈ കിഴക്കേ ഇന്ത്യയിലും ദക്ഷിണേന്ത്യയിലുമായിട്ട്. ഈ 15 തുറമുഖങ്ങളിൽ ചെന്നൈ തുറമുഖം അതുപോലെ വിശാഖപട്ടണം തുറമുഖം ഉണ്ടെന്ന് നമ്മൾ അറിയണം. അത് എത്രയെങ്കിലും വർഷങ്ങളായിട്ട് നിലവിലിരിക്കുന്ന തുറമുഖങ്ങളാണ്. ഇതിനെല്ലാത്തിനെയും ബീറ്റ് ചെയ്ത് നമ്മളുടെ വിഴിഞ്ഞം തുറമുഖം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ വാർത്ത പത്രസമ്മേളനത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുറത്തുവിട്ടത്. ഇത് കേൾക്കുമ്പോഴാണ് നമ്മൾ എന്തുമാത്രം അവസരങ്ങളാണ് നഷ്ടപ്പെടുത്തിയെന്ന് അറിയേണ്ടത്. കാര്യം ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. നമ്മളെ ഇന്ത്യ ഒരു മഹാരാജ്യമാണ്. ഈ രാജ്യത്തേക്ക് ഒരുപാട് തുറമുഖങ്ങൾ വഴി ഷിപ്പുകൾ വഴിയാണ് സാധനങ്ങൾ വരുന്നത്. പക്ഷേ ഈ സാധനങ്ങൾ കൊണ്ടുവരുന്ന കൂറ്റൻ ഷിപ്പുകളിലാണ്. ഈ കൂറ്റൻ ഷിപ്പുകൾ മദർ ഷിപ്പുകൾ എന്ന് അറിയപ്പെടുന്നത്. ഈ മദർ ഷിപ്പുകൾക്ക് ഒരെണ്ണത്തിന് പോലും ഇന്ത്യയിലെ ഏതെങ്കിലും തുറമുഖങ്ങളിൽ അടുക്കാൻ മുമ്പ് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഇവർ ചെയ്യുന്നത് കൊളംബോ ഉണ്ടല്ലോ, ശ്രീലങ്കയുടെ ക്യാപിറ്റലായ കൊളംബോ, അല്ലെങ്കിൽ അതുപോലെ സിംഗപ്പൂർ തുറമുഖം, ഇവിടേക്കാണ് ഷിപ്പുകൾ അടുത്തുകൊണ്ടിരുന്നത്, മദർ ഷിപ്പുകൾ. എന്നിട്ട് അവിടെ ട്രാൻസ്ഷിപ്മെന്റ് നടത്തും. ട്രാൻസ്ഷിപ്മെന്റ് ആണ് എന്താണെന്ന് വെച്ചാൽ ഈ സാധനങ്ങളെല്ലാം അവിടെ ഇറക്കി വെക്കും. ഇറക്കി വെച്ചിട്ട് അവിടെ നിന്ന് ചെറിയ ഷിപ്പുകളിലേക്ക് മാറ്റും. എന്നിട്ടാണ് ഇന്ത്യയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. കാരണം ഇന്ത്യയിൽ ഈ വലിയ മദർ ഷിപ്പുകൾക്ക് അടുക്കാൻ സൗകര്യമുള്ള തുറമുഖങ്ങൾ ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ എന്തുമാത്രം പൈസയാണ് നമുക്ക് ഈ സിംഗപ്പൂർ പോർട്ട് അല്ലെങ്കിൽ കൊളംബോ പോർട്ട് വഴി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. നമ്മൾ വിദേശ നാണയം മൊത്തം ആ രാജ്യങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അന്നേ അറിയാം വിഴിഞ്ഞം തുറമുഖത്തിന് ഇത്തരത്തിലുള്ള മദർ ഷിപ്പുകൾ അടുക്കാനുള്ള സ്വാഭാവിക ആഴമുണ്ടെന്ന്. പക്ഷെ എന്തുകൊണ്ടോ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അന്നത്തെ നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അതിനൊരു മാറ്റം വരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി വരുന്നു. അതിനുശേഷം പിന്നീട് പിണറായി വിജയൻ. ഇവർ രണ്ടുപേരും ചേർന്നാണ് വിഴിഞ്ഞം തുറമുഖം കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടെ യാഥാർത്ഥ്യമാക്കുന്നത്. അപ്പോഴേക്കും നമുക്കൊരു 10-70 വർഷം നഷ്ടപ്പെട്ടു വരുന്നു. ഇപ്പോ ഈ മദർ ഷിപ്പുകൾ ഇന്ത്യയിൽ അടുക്കുന്ന ട്രാൻസ്ഷിപ്മെന്റിന് സൗകര്യമുള്ള ഒരേ ഒരു പോർട്ട് എന്ന് പറഞ്ഞ വിഴിഞ്ഞം പോർട്ടാണ്. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന്, എനിക്ക് തോന്നുന്നില്ല 3 മാസം കൊണ്ട് തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു തുറമുഖം ഇത്രയും വലിയ നേട്ടം കൈവരിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അത്രയും വലിയ സാധ്യതകൾ ഉള്ള ഒരു തുറമുഖം കേരളത്തിന്റെ പുരോഗതിക്ക്, ദക്ഷിണ കേരളത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകാൻ പോകുന്ന, രാജ്യത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകാൻ പോകുന്ന തുറമുഖമായിട്ട് നമ്മളുടെ വിഴിഞ്ഞം തുറമുഖം മാറാൻ പോയാണ്. ഇപ്പൊ കേരളത്തിൽ നടന്ന ബിസിനസ് ഉച്ചകോടിയിൽ അദാനി പോർട്സിന്റെ ഉടമസ്ഥനായ കരൺ അദാനി 30,000 കോടിയാണ് വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം വികസനത്തിന്റെ സാധ്യതകൾ കൂട്ടുകയാണ്. പിന്നെ നമുക്കറിയാം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറഞ്ഞൊരു കോറിഡോർ വഴിയാണ്. അത് ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യ, UAE, ഇസ്രായേൽ വഴി യൂറോപ്പിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളതാണ്. ഇവിടെ എല്ലാം മിക്കവാറും ഒക്കെ അദാനിക്ക് പോർട്ടുകളുണ്ട്. വിഴിഞ്ഞം അദാനിയുടെ പോർട്ടാണ്. അതുകൊണ്ട് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ കേന്ദ്രീകരിച്ചും വിഴിഞ്ഞം പോർട്ടിന് വലിയ സാധ്യതകളാണുള്ളത്. അപ്പൊ നമ്മളുടെ ഒരു വികസനത്തിന്റെ കുതിച്ചു കടന്ന് തന്നെ നമുക്കൊരു ഉടനെ പ്രതീക്ഷിക്കാം.